ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമുക്കൊരു അടിപൊളി ഡബിൾ ലെയർ ഇളനീർ പുഡിങ്ങിൻ്റെ വീഡിയോ കാണാം. ഇളനീർ പുഡിങ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ 2 കരിക്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളം എടുത്തിട്ട് ഒരു പാത്രത്തിൽ ചൂടാവാനായിട്ട് വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഹാഫ് പോർഷൻ, അതായത് 5 ഗ്രാം നമുക്ക് കുറച്ച് വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കാം. ബാക്കി ഭാഗം നമുക്ക് ആവശ്യമുണ്ട്. ഇത് ഫസ്റ്റ് ലെയറിനായിട്ടുള്ളതാണ്. ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് കുതിർത്ത ശേഷം കുക്ക് ടോപ്പിൽ വെച്ച് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി ആ കരിക്കിൻ്റെ വെള്ളത്തിലോട്ട് ഈ മെൽറ്റാക്കി വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ചൈന ഗ്രാസ് ഒഴിച്ച ഉടനെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് തിള വന്നാൽ മതി, ഒരുപാട് തിളക്കൊന്നും വേണ്ട. അപ്പോൾ തന്നെ നമ്മുടെ ഫസ്റ്റ് ലെയർ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഏതെങ്കിലും ഒരു മോൾഡിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്കോ ഒഴിച്ചു കൊടുക്കാം. ആ പാത്രത്തിൻ്റെ ഹാഫ് പോർഷൻ ഒഴിച്ചാൽ മതി. ആ മിക്സ് ഒന്ന് ചൂടാറിയതിന് ശേഷം തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് സെക്കൻഡ് ലെയർ ഉണ്ടാക്കിയിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇളനീരിൻ്റെ പൾപ്പ് എടുക്കുകയാണ് ഞാൻ. ഒരു 2 ഇളനീരിൻ്റെ പൾപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് 1 കപ്പ് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചിട്ടെടുക്കാം. നമ്മൾ ടോട്ടൽ ഇതിലേക്ക് 1/2 ലിറ്റർ പാലാണ് എടുക്കുന്നത്. അതിൽ നിന്നും 1 കപ്പ് നമ്മൾ എടുത്തിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ള ഈ മിക്സ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഹാഫ് പോർഷൻ ചൈന ഗ്രാസില്ലേ, അതൊന്ന് അതുപോലെ തന്നെ മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി ബാക്കി പാലെടുത്തിട്ട് നമുക്ക് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ബാക്കി 1/2 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും. ഇല്ലയെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർക്കണേ. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇളനീരിൻ്റെ പൾപ്പിൻ്റെ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ടാവും. അതും കൂടി ഇതിലേക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് ഒന്ന് തിളച്ച് വന്നാൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ സെക്കൻഡ് ലെയറിനുള്ള മിക്സർ റെഡി ആയിട്ടുണ്ടാവും. നന്നായിട്ട് സെറ്റായി വന്നിട്ടുള്ള ഈ ഒരു ഫസ്റ്റ് ലെയറിന് മുകളിലേക്ക് നമുക്ക് സെക്കൻഡ് ലെയർ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ ഫസ്റ്റ് ലെയർ മെൽറ്റ് ആവും കേട്ടോ. ഇനി ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പുഡിങ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. കാണാൻ മാത്രമല്ല, അതുപോലെ തന്നെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു പുഡിങ്ങാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്. പുഡിങ്ങിൽ വെച്ചിട്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പുഡിങ് കൂടിയാണ് കേട്ടോ ഈ ടെൻഡർ കോക്കനട്ട് പുഡിങ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്കും അടിപൊളിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ നിങ്ങൾ കമൻസിൽ അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.